ബേസിക്കായിട്ട് അതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിരുന്നു. ഈ പ്ലാന്റേഷൻ വാസ് ബേസിക്കലി കൺട്രോൾഡ് ബൈ ദി ക്രിസ്ത്യൻസ്. അവർ ആദ്യമായിട്ട് എല്ലായിടത്തും പോയിട്ട് ഈ പ്ലാന്റേഷൻ, റബ്ബർ പ്ലാന്റേഷൻ ആയിരിക്കും അവർക്ക് മെയിൻ ആയിട്ട് വന്ന ഏലം അങ്ങനത്തെ കുറേ സ്പൈസസും എല്ലാം. നായേഴ്സ് കൊല്ലത്ത് കുറച്ച് പേരായിരുന്നു ഈ കാഷ്യൂ ഇൻഡസ്ട്രി ഭയങ്കര വലുതായിട്ട്. ഈ നമ്മളുടെ കേരള കോൺഗ്രസ് ഓൾവേസ് സോട്ട് ടു വിത്ത് ദാറ്റ് പ്ലാന്റേഷൻ സ്റ്റാറ്റസ് വാസ് നോട്ട് ഗിവൺ ടു ദിസ്. അതുകൊണ്ട് ആളുകൾക്ക് 5 ഏക്കറിൽ കൂടുതൽ കാഷ്യൂസ് വെച്ച് നമ്മളുടെ ഒരു പറമ്പിലുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എക്വയർഡ് ബൈ ദി ഗവൺമെൻറ്. അതുകൊണ്ട് കാഷ്യൂസ് എല്ലാം പതുക്കെ വെട്ടി അവർ റബ്ബർ ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് കേരളയിൽ ഇത്രയും റബ്ബറും പ്ലാന്റേഷൻ സ്റ്റാറ്റസ് ഉള്ള സാധനങ്ങളെല്ലാം ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങണം. ഇന്ന് ഇറ്റ് ഈസ് നോ മോർ പ്രോഫിറ്റബിൾ ബിക്കോസ് കേരളത്തിൽ എല്ലാ ഓരോ ഇഞ്ചും ഹയസ്റ്റ് ഡെൻസിറ്റി പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റാണ് വേൾഡ് ഇന്ത്യയിൽ. ആൻഡ് ഓരോ ഇഞ്ചും ഹാസ് ബിക്കം എക്സ്പെൻസീവ് ടു പുട്ട് അപ്പ് എ ഹൗസ്. അപ്പം ഇന്ന് പഴയതുപോലെ ലാൻഡും ഇല്ല. ഉള്ള ലാൻഡ് ഇപ്പം മേടിച്ചിട്ട് ഒരു പ്ലാന്റേഷൻ വെക്കാനായിട്ട് ഇറ്റ് ഇസ് നോട്ട് പ്രോഫിറ്റബിൾ ബിക്കോസ് ഇതെല്ലാം ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അനദർ തിങ്. ഇവിടുത്തെ ലാൻഡും ആഫ്രിക്കയിലെ ലാൻഡും വിച്ച് ക്യാൻ ആക്ച്വലി കൾട്ടിവേറ്റ് കാഷ്യൂസ് നോക്കിയാൽ ഇവിടുത്തെ 100th കോസ്റ്റേ ഉള്ളൂ ആഫ്രിക്കയിൽ. അപ്പോൾ അവിടെ ഒരു പ്ലാന്റ് ഗ്രോ ചെയ്താൽ ദ കോസ്റ്റ് വിൽ ബി ഫാർ ലെസ്സർ ദാൻ വാട്ട് ഇറ്റ് ഇസ് ഹിയർ. ഇവിടെ ഇന്ന് ദ ലാൻഡ് ഹസ് ബിക്കം ജസ്റ്റ് ടു എക്സ്പെൻസീവ്. അതുകൊണ്ട് ഇനിയും അത് തിരിച്ചു വരാനായിട്ട് വലിയ പാടാണ്. അന്ന് വെട്ടാതെ ഇരുന്നായിരുന്നെങ്കിൽ ദാറ്റ് പൊസിഷൻ വുഡ് ഹാവ് സ്റ്റിൽ ബീൻ മെയിൻറ്റെയിൻഡ് ബിക്കോസ് നമ്മളെ ക്രോപ്പ് നന്നായിട്ട് കുറഞ്ഞു. അതുകൊണ്ട് വി വർ ഫോഴ്സ്ഡ് ടു സ്റ്റാർട്ട് ഇമ്പോർട്ടിങ് പ്രോഡക്ട്സ് മോർ ആൻഡ് മോർ. പണ്ടെല്ലാം ഞാൻ ആദ്യമേ ഓർക്കുമ്പം എല്ലാം ഓൾമോസ്റ്റ് 100% 95% നമ്മളുടെ ലോക്കൽ ക്രോപ്പ് വെച്ചിട്ടായിരുന്നു ഈ പ്രോസസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ നമ്മളുടെ പ്രോസസ്സിങ് 6 months, ഈ 3 monthsേ ഉള്ളൂ കാഷ്യൂ ക്രോപ്പ്. നമ്മളൊരു 6 months വരെ കേരള ക്രോപ്പ്, ബാക്കിയായിരുന്നു ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെ അത് 3 months കഴിയുമ്പോൾ കുറച്ച് കാലം ഫാക്ടറി ക്ലോസ് ചെയ്യുമായിരുന്നു. അത് പക്ഷേ കുറച്ചും കൂടെ കൂട്ടി സോ ദാറ്റ് 12 മാസവും പ്രോസസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ദിസ് വാസ് ആക്ച്വലി ഗിവിങ് ദ ബേസ്. ഇന്ന് ഇന്ത്യൻ ക്രോപ്പ് ഈസ് ഗിവിങ് ദം ഓൺലി 1-2 മാസത്തെ പ്രോസസ്സിങ്, അത്രേ ഉള്ളൂ ക്രോപ്പ്. അപ്പോൾ ഇന്ത്യയിൽ നാളെ നമുക്ക് കാഷ്യൂവിൻ്റെ ഒരു സ്ട്രെങ്ത്, ഇന്ത്യ വാസ് ദ വൺ ഹൂ ആക്ച്വലായിട്ട് കാഷ്യൂസ് വേൾഡ് മാർക്കറ്റ് ചെയ്തതോ ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റി ആയിട്ട് വേൾഡ് ഓവർ ഉണ്ടാക്കിയത്. അതിനി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്തോ പറ്റിയെന്ന് വെച്ചാൽ ആദ്യമേ ബ്രസീലിൽ നിന്ന് കാഷ്യൂസ് എല്ലാം ഇവിടെ വരുമായിരുന്നു. അവിടെ അവർ എക്സ്പോർട്ട്സ് ബാൻ ചെയ്തു. സോ ദാറ്റ് അവിടെ ലോക്കലായിട്ട് പ്രോസസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് നമ്മളെ വലിയ സപ്ലയർ ആയിരുന്നു വിയറ്റ്നാം. ദേ ബാൻഡ് എക്സ്പോർട്ട്സ്. അത് കഴിഞ്ഞ് ഇന്നിപ്പം എല്ലാ ആഫ്രിക്കൻ കൺട്രീസ് ഹാവ് സ്റ്റാർട്ടഡ് ബാനിങ് എക്സ്പോർട്ട്സ്, അവിടെ തന്നെ പ്രോസസ്സിങ് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ആ ഒരു വലിയൊരു ചേഞ്ച് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ലോക്കൽ പ്രൊഡക്ഷൻ, നമ്മളിവിടെ എല്ലാം വെട്ടിയും കളഞ്ഞു. കുറച്ച് പ്രൊഡക്ഷൻ എല്ലാം ഇപ്പം രത്നഗിരി ഡിസ്ട്രിക്റ്റ് മഹാരാഷ്ട്രയിലെല്ലാം വന്നിട്ടുണ്ട്. ആന്ധ്രയിൽ നന്നായിട്ട് കൂടിയിട്ടുണ്ട്, ഒറീസയിൽ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഈവൻ സഫിഷ്യൻറ്റ്. ഇന്നത്തെ നമ്പർ ഓൾ ദി ഫാക്ടറീസ് ഇൻ ഇന്ത്യ എടുത്താൽ ഇതിനൊരു 20 days പ്രോസസ്സിങ്ങിന് വരെ സാധനമില്ല.